എങ്ങനെയുണ്ട് ഇക്ക? സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ എല്ലാവരും നമ്മളെ ഇന്നത്തെ ബ്രെഡ് ഓംലേറ്റ് അടിപൊളിയാണെന്നാണ് എല്ലാവരും അഭിപ്രായം. നല്ല വിശപ്പുള്ള ആ സ്പ്രെഡിങ് ഉണ്ടല്ലോ, വെള്ളച്ചാട്ടത്തിന്റെ നല്ല രസം ഉണ്ടാക്കുന്നത്. അങ്ങടെ അറ്റത്തേക്ക് എനിക്ക് ഇവിടുത്തെ ഇതിന്റെ ഫോറസ്റ്റുകാരോട് പറയാനുള്ളത്, നമ്മുടെ വീൽ ചെയർ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു രീതിയിലല്ല അവിടെ പണിതിരിക്കണം. അപ്പൊ അതൊന്ന് നമ്മുടെ ഫോറസ്റ്റുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ പോലുള്ള ആ വീൽ ചെയറിലുള്ള ആളുകൾക്ക് അതിന്റെ പരമാവധി അടുത്ത് വരെ പോയിരുന്ന് കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന വിചാരിക്കാം. നമ്മളെ പോലുള്ള ആളുകൾക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാനും ക്യാമ്പ് ചെയ്യാനും പറ്റണമല്ലേ നാസർക്ക? അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക? നമ്മളെ ഇത് ആക്സസിബിലിറ്റിനെ പറ്റിയിട്ട് ഇപ്പോൾ കേരളത്തിൽ ധാരാളം വിനോദസഞ്ചാര സ്ഥലങ്ങളുണ്ട്, ക്യാമ്പിംഗ് സ്ഥലങ്ങളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും കേരളത്തിലുണ്ട്. നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? കേരളത്തിൽ 15% സ്ഥലങ്ങളും ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ളൂ. ബാക്കി 85% സ്ഥലങ്ങളും ഇനി ആവാനുണ്ട്. അത് വിനോദസഞ്ചാര മേഖലയിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1% പോലും ആയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്യാമ്പിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ ഒരു 3-4 ഫ്രണ്ട്സ് കൂടിയിട്ട് ചിമ്മിനി ഡാം കണ്ട് വരുന്ന വഴി ഒരു ഈവനിങ് സ്നാക്സ്, ഒരു ഭക്ഷണം ക്രിയേറ്റ് ചെയ്യുക, കഴിക്കുക, പോവുക. അത് നമുക്ക് ഓരോരുത്തരൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാസർക്ക. നമസ്കാരം. നാസർക്കാനെ ഒന്ന് ചുരുങ്ങിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്തിയാൽ നമ്മളെല്ലാവർക്കും. ഞാൻ നാസിർ മനയിൽ ആലുവ, വോയിസ് ഓഫ് ഡിസേബിൾഡ് സ്റ്റേറ്റ് പ്രസിഡന്റ്. എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പം നിലവിൽ താമസിക്കുന്നത് എടപ്പാൾ വട്ടംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് റാഷിദ് നമ്മളെ വോയിസ് ഓഫ് ഡിസേബിൾഡിലാണ്, കണ്ണൂരാണല്ലേ? ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ഞാൻ പൊന്നാനിയിലാണ്. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളെ സൂര്യചേട്ടൻ്റെ വീഡിയോയിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്, ജനറൽ സെക്രട്ടറിയാണ്. ഇതിൻ്റെ ഭാര്യയും കൂടി ഉണ്ട് ഇവിടെ. ഇത് സൂര്യചേട്ടൻ്റെ വൈഫാണ്. സൂര്യചേട്ടൻ്റെ കഥകൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ യാത്രകൾ പോയിട്ടില്ല. അതിൻ്റെ ഒരു ഹെൽപ്പർ കൂടിയാണല്ലോ വൈഫ്. മാനേജർ കം ഹെൽപ്പർ കം. അപ്പോൾ നമുക്ക് ഇനി നേരെ ഫുഡ് ഉണ്ടാക്കണേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ നേരെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ കിടക്കാം. നമ്മളിപ്പോൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ തന്നെ സ്റ്റൗവ്, നമ്മൾ ബ്രെഡ് ഓംലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പഴമുണ്ട്, പിന്നെ നാരങ്ങ വെള്ളം, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഒരു നോമ്പുതുറയാണ്, ഒരു ഈവനിങ് നോമ്പുതുറയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഓംലേറ്റിലുള്ള മുട്ട നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഴിമുട്ട ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതിന് ഒഴിക്കാം. മുട്ട ഏകദേശം സെറ്റായി വരുന്നുണ്ട്. പെപ്പറിടാം. എരിവ് കൂടണം. ഞാൻ ഇവിടെ ബ്രെഡ് പൊടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ ചിമ്മിനി ഡാമിലാണ്. നമ്മുടെ ക്യാമ്പയിൻ ഈവനിങ് സ്നാക്ക് ക്യാമ്പാണ് ഇന്നിവിടെ. അപ്പോൾ നാസർക്കുണ്ട്, ഏട്ടനുണ്ട്, റാഷിക്കുണ്ട്, മഹേഷ്. നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടാ സംഭവം സെറ്റായി. ഇനി ഇതും നാരങ്ങ വെള്ളവും ആണ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഇപ്പം? അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ എല്ലാവരും നമ്മളെ ഇന്നത്തെ ബ്രെഡ് ഓംലേറ്റ് അടിപൊളിയാണെന്നാണ് എല്ലാവരും അഭിപ്രായം. നല്ല വിശപ്പുള്ളതായിരിക്കും. നമ്മൾ ലൈം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ഇന്നത്തെ യാത്രാ വീഡിയോസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രാ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ ക്യാമ്പിംഗ് മാത്രമേ. അടിപൊളി. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമായിരുന്നു. ഈ റബ്ബർ എസ്റ്റേറ്റും ഇതൊക്കെ നല്ലൊരു കൂളിംഗ്. ആ ഫോറസ്റ്റിന്റെ ഏരിയ ഇങ്ങോട്ട് കടന്നതോടുകൂടി നല്ല റോഡാണ്. അതുവരെ കുറച്ച് കട്ടക്കലാണെങ്കിലും ഇവിടുത്തെ ഒരു നല്ല റോഡായതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ എളുപ്പമായി. ഇതോ ഡാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിവിടെ ആദ്യമായിട്ട് വന്നാണ്. സംഭവം തൃശ്ശൂർകാരനൊക്കെ ആണെങ്കിലും ഇവിടെ ഈ ഏരിയയിലേക്ക് അധികം വന്നിട്ടില്ല. കംപ്ലീറ്റ് ആ അതിരപ്പള്ളി റൂട്ടിലേക്ക് പോകും. ഇവിടെ നല്ല രസമുണ്ട്. വെള്ളം കുറവാണെങ്കിലും എന്നാലും വലിയ കുഴപ്പമില്ല. കുറവാണെങ്കിലും ആ സ്പ്രെഡിങ് ഉണ്ടല്ലോ, വെള്ളച്ചാട്ടത്തിന്റെ നല്ല രസം ഉണ്ടാക്കുന്നത്. അങ്ങടെ അറ്റത്തേക്ക് എനിക്ക് ഇവിടുത്തെ ഇതിന്റെ ഫോറസ്റ്റുകാരോട് പറയാനുള്ളത്, നമ്മുടെ വീൽ ചെയർ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു രീതിയിലല്ല അവിടെ പണിതിരിക്കണം. അപ്പൊ അതൊന്ന് നമ്മുടെ ഫോറസ്റ്റുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ പോലുള്ള ആ വീൽ ചെയറിലുള്ള ആളുകൾക്ക് അതിന്റെ പരമാവധി അടുത്ത് വരെ പോയിരുന്ന് കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് അതിനെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്ന വിചാരിക്കാം. നമ്മളെ പോലുള്ള ആളുകൾക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാനും ക്യാമ്പ് ചെയ്യാനും പറ്റണമല്ലേ നാസർക? അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക? നമ്മളെ ഇത് ആക്സസിബിലിറ്റിനെ പറ്റിയിട്ട്. ഇപ്പോൾ കേരളത്തിൽ ധാരാളം വിനോദസഞ്ചാര സ്ഥലങ്ങളുണ്ട്, ക്യാമ്പിംഗ് സ്ഥലങ്ങളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും കേരളത്തിലുണ്ട്. നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? കേരളത്തിൽ 15% സ്ഥലങ്ങളും ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ളൂ. ബാക്കി 85% സ്ഥലങ്ങളും ഇനി ആവാനുണ്ട്. അത് വിനോദസഞ്ചാര മേഖലയിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1% പോലും ആയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളും ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ പലവട്ടം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ തുച്ഛം ചില സ്ഥലങ്ങൾ, ഒരു 1, 2 അല്ലെങ്കിൽ 3 ബീച്ച്, കുറച്ച് പാർക്ക്, അതിനപ്പുറത്തോട്ടൊന്നും, പിന്നെ 1, 2 വെള്ളച്ചാട്ടങ്ങളിൽ, അങ്ങനെ എണ്ണപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം. പക്ഷെ എല്ലായിടത്തും ബീച്ച് ഫ്രണ്ട്ലി ആണ്. എന്നാലാണ് എല്ലാവർക്കും എത്താൻ പറ്റുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാമിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വന്നത്. നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ടൂറിസ്റ്റ് മേഖല. നമ്മളെ പോലുള്ളവർക്കൊക്കെ സൈഡ് വീല് പിടിപ്പിച്ച വാഹനമൊക്കെ ഓടിച്ച് യാത്ര ചെയ്ത് വരാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള റോഡ് ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പുഴയുടെ തീരത്ത് പോകാനോ ആ ഡാമിനോട് അടുത്തോട്ട് പോകാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കിയാൽ. പിന്നെ അതേപോലെ ഭിന്നശേഷി ടോയ്ലറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. മാത്രമല്ല ആ ഭിന്നശേഷി ടോയ്ലറ്റ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം അതൊക്കെ ആക്കേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു. 10 വർഷം മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. 2023. എന്തായാലും ഇനി ഭിന്നശേഷിക്കാരെ എല്ലാവരും ഒന്നടങ്കം എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യണം അല്ലേ? വീടിനുള്ളിൽ ഒതുങ്ങിയിരിക്കരുതല്ലേ? തീർച്ചയായും പുറത്തിറങ്ങി നമ്മളൊക്കെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്ഥലങ്ങളൊന്നും ഭിന്നശേഷി സൗഹൃദമാവില്ല. നമ്മളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും എല്ലാം തന്നെ, പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിൽ, അത് വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കേണ്ട സമയം ഒരുപാട് വൈകിയെടുക്കണം. എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കറങ്ങണമല്ലേ? എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളും കറങ്ങി നമ്മളെ രീതിയിലൊരു റിവ്യൂ അവിടെ കൊടുക്കണമല്ലേ? അപ്പം ഞങ്ങളിതിൽ വ്യക്തമായ രീതിയിൽ വീഡിയോസ് എടുത്തിട്ട് റിവ്യൂ നിങ്ങൾക്ക് തരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ പുറലോകം അറിയുമ്പോൾ വലിയ മോശമായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഡാം കണ്ടിറങ്ങി നമ്മൾ പോകുന്ന വഴിക്ക് ഒരു എസ്റ്റേറ്റ് സൈഡിൽ വിശക്കുന്നു, നമ്മളിവിടെ ക്യാമ്പ് ചെയ്ത് ഭക്ഷണം
നോയമ്പ് തുറ നടത്തി. നോമ്പ് തുറ നടത്തി. ഇന്നത്തെ നോമ്പ് തുറ നമ്മൾ കൂടി. ഓക്കെ, ചേച്ചിക്ക് എന്താണ് അഭിപ്രായം? ചേച്ചി സൂര്യചേട്ടൻ്റെ കൂടെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കാശ്മീരൊക്കെ കറങ്ങിയിട്ടുള്ള ആളാണ്. എന്താണ് നമ്മുടെ കേരളത്തിലെ റോഡുകളും കാര്യങ്ങളും ഈ പാർക്കുകളൊക്കെ ഭിന്നശേഷി സൗഹൃദമാണോ? ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലും നമ്മുടെ കേരളം ഭിന്നശേഷി സൗഹൃദമല്ല. പൂർണ്ണമായ രീതിയിലല്ല. എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് അല്ലേ? എവിടേക്കോ ഉണ്ട്, പക്ഷെ അത് പ്രോപ്പറായ രീതിയിലല്ല. ആ രീതിയിലല്ല. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഭിന്നശേഷി ടോയ്ലറ്റ് ഉണ്ടാവും, അത് എവിടെ 1 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. ആ, കണ്ടിട്ടില്ല. കേറാൻ പറ്റുന്ന സ്ഥലത്ത് അന്ന് നമ്മള് പഞ്ചായത്ത് ഏതോ മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോയില്ലേ, ചേർപ്പ്, അവിടെ റാമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പേരിന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെക്കുന്നല്ലാണ്ട് മറികടക്കാനായിട്ട് റാമ്പുണ്ട്. ഒരു കാല് മാത്രം ബാത്റൂം സൗകര്യമില്ല. ഞാനും പല സ്ഥലങ്ങളിൽ പല പാർക്കുകളിൽ പോകുമ്പോൾ റാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റാമ്പ് തന്നെ ഒരു ഭിന്നശേഷിക്കാരന് സ്വന്തമായിട്ട് ഒരു വീൽ ചെയർ കൊണ്ടുപോകാനുള്ള സംവിധാനത്തിലല്ല റാമ്പ് പണിതേക്കണം. അതെ, ഞാനും പല സ്ഥലങ്ങളിൽ നമുക്ക് ഡിസേബിലിറ്റി ടോയ്ലറ്റുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ 1 കിലോമീറ്റർ അല്ലെങ്കിൽ നല്ല ഉള്ളിലോട്ട് അങ്ങോട്ട് സ്റ്റെപ്പുകളൊക്കെ വലിയ സ്റ്റെപ്പുകളായിരിക്കും. അത് ചെയ്തിട്ടില്ല. പ്രത്യേക പാർക്കിംഗ് ഏരിയ ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് എന്തായാലും ആശുപത്രികളിലൊക്കെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ അറിവിൽ ഞാൻ കുറച്ച് ആശുപത്രികൾ സഞ്ചരിച്ചതിൽ എടപ്പാൾ ഗോപിനാഥൻ ഹോസ്പിറ്റല്, കോതമംഗലം ഇന്ദിരാഗാന്ധി ഡെൻ്റൽ കോളേജ്, അങ്ങനെ വിരലിലുണ്ടാവുന്ന കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയത്. പിന്നെ നമ്മളവിടെ ആവശ്യപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമാണ് ചിലപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തന്നെ നോട്ടീസ് അയച്ച് അത് നിർബന്ധം പൂർവ്വം ഇത് നിയമങ്ങളുള്ളൂ, അപ്പോൾ അത് ചെയ്യിപ്പിക്കേണ്ടതാണ്. എന്തെങ്കിലും ഭിന്നശേഷിക്കാരൻ ആവശ്യപ്പെട്ട ചെയ്യാ പറയാ എന്നല്ലാണ്ട് അതിനപ്പുറത്തോട്ട് ഇവർക്കെതിരെ ഒരു നടപടി എടുക്കാനും ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പും തയ്യാറാവുള്ള. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതിന് പ്രധാന കാരണം. അവരുടെ ഉത്തരവാദിത്വമാണ് അത്. അപ്പോൾ നമ്മളെ ഫുഡ് അടിക്കൽ ഏകദേശം കഴിഞ്ഞു. ഫുഡൊക്കെ എങ്ങനെ നല്ലതായിരുന്നു. എന്തായാലും നമ്മളെ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു. ഞങ്ങൾ യാത്രയുടെ വീഡിയോസ് മാക്സിമം എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ യാത്രയുടെ വീഡിയോസ് ഉൾപ്പെടുത്താഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നാസർക്ക നമുക്ക് പല നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകളിലെ ഭിന്നശേഷി സൗഹൃദമല്ലാത്ത വീഡിയോസ് ചെയ്യേണ്ട അവസ്ഥയാണ് അല്ലേ? കാരണം നമുക്ക് വീട്ടിലൊതുങ്ങി കൂടാതെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് സുഹൃത്തുക്കളെ കൂടെ ഒന്ന് സഞ്ചരിക്കാനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയേ പറ്റൂ. എല്ലാവരും പുറത്തിറങ്ങുന്നതന്നെയാണ് ഞാനും പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് പുറത്തിറങ്ങാനുള്ള ഒരു അങ്ങനെ നമ്മളൊക്കെ പുറത്തിറങ്ങിയാൽ മാത്രം മറ്റുള്ളവർക്ക് നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ ആരും ഇറങ്ങാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്നേ അവരും വിചാരിക്കുള്ളൂ. നോർമലായ ആൾക്കാർ വീൽ ചെയർ കൊണ്ട് ഒരാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ മാത്രമാണല്ലോ വീൽ ചെയർ കൊണ്ട് ഇവിടെ നടക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, ഈ സമൂഹത്തിലുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്കും കൂടി സഞ്ചാരയോഗ്യമായ പാത ഇവിടെ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുള്ളൂ. ആ തോന്നൽ വരുത്താൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങിയിരിക്കണം. എന്താണ് റാഷിക വിഷ്വലി ചെറിയൊരു പ്രോബ്ലം ഉള്ള ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്. റാഷിക എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ ഡാം കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു വ്യൂ ആയിരുന്നു. റാഷിക പിന്നെ ഫിസിക്കലി പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് എവിടെ ആണെങ്കിലും ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റും. ആ ഒരു സംഗതികൾ. പക്ഷെ നമുക്ക് കുറെ സ്ഥലങ്ങളൊക്കെ മാറേണ്ടതുണ്ടല്ലേ റാഷിക? ഭിന്നശേഷി സൗഹൃദം ആക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഈ കുറേ ആളുകൾ 4 ചുമരുകൾക്കുള്ളിൽ കിടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ഇവരെല്ലാവരുടെയും ഞങ്ങളെല്ലാവരുടെ ഒരു അഭിപ്രായമാണല്ലേ, മാക്സിമം പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളും വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുക അല്ലേ? ഒരു വീൽ ചെയർ ടോയ്ലറ്റ് നല്ല രീതിയിൽ, അതായത് ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന, വീൽ ചെയറിലുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയി കാര്യം സാധിച്ച് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർക്കിങ്ങും അതിൻ്റെ അടുത്തൊരു ടോയ്ലറ്റും അല്ലേ? ഒരാളുടെ സഹായം ഇല്ലാതെ പോകാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം പണിയേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഭിന്നശേഷി സംരക്ഷണ നിയമം പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് 2 മൈലുകൾ അവിടെ പോകുന്നുണ്ട്. പറക്കുന്ന നമ്മളെ വീഡിയോസിൽ കാണാൻ കിട്ടുകയെന്നറിയില്ല.
അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്യാമ്പിങ്ങും നമ്മളെ യാത്രകളും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞങ്ങളെ ട്രാവൽ വീഡിയോസ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ ചിമ്മിനി ഡാമിലാണ് വന്നത്. ഇപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ വീൽചെയറിലായിട്ടുള്ള 2 സുഹൃത്തുക്കൾക്ക് അങ്ങോട്ട് അടുത്ത് പോയി കാണാനും മറ്റുള്ള കുറച്ച് ഫെസിലിറ്റീസുകളുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നല്ലൊരു ടോയ്ലറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുകളുണ്ട്. ഇനിയും ഞങ്ങൾ ധാരാളം കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ പാർക്കുകളും ടൂറിസ്റ്റ് പ്ലേസുകളും വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലല്ലേ ചേട്ടാ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം വീഡിയോസുകൾ ഇനി വരുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളെ വീട്ടിലും ഇതേപോലത്തെ ആളുകൾ ഉണ്ടായിരിക്കും. അവരെ നിങ്ങൾ പുറത്തിറക്കി അവർക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കുറേ മാറ്റങ്ങൾ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇങ്ങനെയുള്ള ജനങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ശരിക്കും നമ്മൾ മാത്രമല്ല ഇതിൽ, അതായത് ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല, ശരിക്കും നമ്മുടെ പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെ ഉണ്ടാവും. അവർക്കും പുറത്തിറങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ പലർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം അടുത്തുള്ള പാർക്കുകൾ കാര്യങ്ങളൊക്കെ ഭിന്നശേഷി സൗഹൃദമാക്കണമെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ കൂടെ ആ യാത്രയുടെ ഭാഗമാകാൻ പറ്റും. അതെ, നിങ്ങൾക്കൊപ്പം യാത്രയുടെ ഭാഗമാക്കാൻ പറ്റും. അപ്പോൾ ഇനിയും ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഞങ്ങളെ യാത്രകളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളെ കുറേ ആളുകളുടെ സ്വപ്നങ്ങളായിരിക്കും ഓരോ യാത്രകളും കാഴ്ചകൾ കാണുന്നതൊക്കെ. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോൾ സുരജേട്ടാ, നാസർക്ക, എല്ലാവർക്കും ഒരു ബായ് കൊടുക്കും.